എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പല തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് നിലനിൽക്കേണ്ടുന്ന ഒരു മതാചാരമല്ല എന്നും അത് ഹൈന്ദവ ധർമ്മവുമായി അതിന് ബന്ധമില്ല എന്നും സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഹിന്ദുക്കളല്ല എന്നും ഹിന്ദുക്കളിൽ തന്നെ ശൈവാരാധനക്കാരൊന്നും തന്നെ ഹിന്ദുക്കളല്ല എന്നൊക്കെയുള്ള പല വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് പല ആൾക്കാരും പറയുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള പല രാഷ്ട്രീയ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്വത്വവാദമൊക്കെ ഉയർത്തുന്നതിൻ്റെ ഭാഗമായി സനാതനധർമ്മത്തിനെ വിമർശിക്കാറുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ കാലത്ത് നമ്മൾ കേട്ട ഏറ്റവും വിമർശനാത്മകമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു തമിഴ്നാട് മന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കെ സ്റ്റാലിനാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് സനാതനധർമ്മം എന്നത് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന, അതായത് തീർച്ചയായിട്ടും നിർമ്മാർജ്ജനം ചെയ്യേണ്ടുന്ന തരത്തിലുള്ള ഒരു രോഗത്തിന് തുല്യമാണ്, അതുകൊണ്ട് അത് ഇല്ലാതെയാക്കണം എന്നാണ്. ഇത് ഒരു വർഗീയ വിദ്വേഷ പ്രസംഗം എന്ന നിലയ്ക്കാണ് പരക്കെ അതിനെക്കുറിച്ച് വിവക്ഷിക്കപ്പെട്ടത്. എന്നാൽ ഉദയനിധി സ്റ്റാലിൻ ആ പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിന്നു, അതിൽ തിരുത്തലുകൾ വരുത്തില്ല എന്ന് പറഞ്ഞു. അതേ തുടർന്നാണ് BJPയുടെ IT വിഭാഗമൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന അമിത് മാൾവിയ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗത്തിൻ്റെ ഈ ഭാഗം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതിന് ശേഷം അതിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. അതേ തുടർന്ന് അതൊരു കേസായി. അപ്പോൾ ആ കേസ് ക്വാഷ് ചെയ്യണം, കാരണം ഉദയനിധി സ്റ്റാലിൻ്റേത് വർഗീയ പ്രസംഗം തന്നെ ആയിരുന്നു എന്നുള്ള ഒരു കേസാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്തായാലും അതിൽ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുകയാണ്. ആ വിധി ഉദയനിധി സ്റ്റാലിന് തിരിച്ചടിയാണ്, അമിത് മാൾവിയയുടെ വിജയമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. നമുക്കറിയാം, 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് തമിഴ്നാട് യുവജനക്ഷേമ കായിക മന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ഈ ഒരു വിവാദമായിട്ടുള്ള പ്രസംഗം നടത്തിയത്. തമിഴ്നാട്ടിൽ തന്നെ നടത്തിയ സനാതന നിർമ്മാർജ്ജന സമ്മേളനം എന്ന പേരുള്ള ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ വിവാദമായിട്ടുള്ള പ്രസംഗം നടത്തുന്നത്. കൊതുക്, ഡെങ്കി, മലേറിയ, കൊറോണ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എതിർക്കാനായിട്ട് പറ്റില്ല, അതിനെ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ സനാതനധർമ്മത്തിനെയും നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ക്രക്സ്. ഒഴിപ്പിക്കണം എന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ സനാതനധർമ്മത്തിനോടുള്ള ഒരു എതിർപ്പ് എന്ന നിലയ്ക്കല്ല, മറിച്ച് സനാതനധർമ്മത്തിനെ ഇല്ലാതെയാക്കണം എന്ന നിലയ്ക്കുള്ള വിദ്വേഷ പ്രസംഗമാണത് എന്ന നിലയ്ക്കുള്ള വിമർശനമാണ് ഇന്ത്യ മൊത്തത്തിലുണ്ടായത്. ആ സമയത്താണ് BJP നേതാവായിട്ടുള്ള അമിത് മാൾവിയ ഈ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതിന് ശേഷം സനാതനധർമ്മത്തിനെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ 80% വരുന്ന ഹിന്ദുക്കളെ, ആ ജനസംഖ്യയെ, അവരെ ഇല്ലാതെയാക്കുക, അവരുടെ വംശഹത്യയിലേക്ക് നയിക്കുക എന്ന തരത്തിലുള്ള ഒരു ആഹ്വാനമാണത് എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചത്. എന്നാൽ താൻ അങ്ങനെയൊന്നും തന്നെ ആരുടെയും വംശഹത്യയ്ക്ക് വേണ്ടിയിട്ട് ആഹ്വാനം നടത്തിയിട്ടില്ല എന്നും സനാതനധർമ്മം എന്നത് ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ ആൾക്കാരെ വിഭജിക്കുന്ന ഒരു തത്വമാണ്, അതുകൊണ്ട് അതിനെ ഉന്മൂലനം ചെയ്തത് മനുഷ്യത്വം, സമത്വം തുടങ്ങിയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചത്. കൊതുകുകൾ വഴി രോഗങ്ങൾ പടരുന്നത് പോലെ തന്നെ സനാതനധർമ്മം സാമൂഹ്യമായിട്ടുള്ള കുറേയധികം തിന്മകളെ പടർത്തുന്നു എന്ന ഒരു വ്യാഖ്യാനമൊക്കെ തന്നെ അന്ന് ഉദയനിധി സ്റ്റാലിൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഇതേ തുടർന്ന് DMKയുടെ അഭിഭാഷക വിഭാഗം ഭാരവാഹിയായിട്ടുള്ള KAV ദിനകരൻ എന്നൊരു വ്യക്തി അമിത് മാൾവിയയുടെ പോസ്റ്റ് തെറ്റായിട്ടുള്ള വിവരം കൈമാറുക വഴി സമൂഹത്തിൽ 2 വിഭാഗത്തിലുള്ള ആൾക്കാർ തമ്മിലുള്ള സ്പർദ്ധയുണ്ടാക്കുന്നതിന് കാരണമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമിത് മാൾവിയക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നു. തിരുച്ചിറപ്പള്ളി പോലീസ് അദ്ദേഹത്തിനെതിരെ FIR ഇടുന്നു. അപ്പോൾ ഈ FIR റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമിത് മാൾവിയ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അദ്ദേഹം തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞത് തൻ്റേത് ഏതെങ്കിലും വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നില്ല, മറിച്ച് വളരെ വിവാദപരമായിട്ടുള്ള 80% സനാതനികളായിട്ടുള്ള ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയുള്ള പ്രതികരണം മാത്രമായിരുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. ഒഴിപ്പ് എന്നുള്ള ഒരു വാക്കാണ് ഇവിടെ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചത്, എതിർപ്പ് എന്നുള്ള വാക്കല്ല. അതുകൊണ്ട് തന്നെ ഒഴിപ്പ് എന്നതിൻ്റെ അർത്ഥം അബോളിഷ് ചെയ്യുക, ഇറാഡിക്കേറ്റ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, ജനസൈഡ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വംശഹത്യ എന്നുള്ള അതിൻ്റെ വ്യാഖ്യാനം നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണ് എന്നായിരുന്നു അമിത് മാൾവിയയുടെ വാദം. അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിനെ ഇല്ലാതെയാക്കണം എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനർത്ഥം സനാതനധർമ്മത്തിനെ അനുവർത്തിക്കുന്ന ആൾക്കാരെ ഇല്ലാതെയാക്കണം എന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം കോടതിയിൽ സമർത്ഥിച്ചു. എന്നാൽ കോടതിയിൽ പലതരത്തിലും ഉദയനിധി സ്റ്റാലിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ വിമർശനമെല്ലാം തന്നെ സനാതനധർമ്മത്തിനെതിരെ മാത്രമായിരുന്നു, അല്ലാതെ വ്യക്തികൾക്കെതിരെയല്ല. അതുകൊണ്ട് തന്നെ അതിൽ വംശഹത്യയുമായി ബന്ധപ്പെട്ട ഒരു വ്യാഖ്യാനത്തിനും അടിസ്ഥാനമില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള വാദം കോടതിയിൽ കേട്ടത്. ഈ കേസ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ പരിഗണിച്ചത്
ജസ്റ്റിസ് എസ് ശ്രീമതിയാണ്. ശ്രീമതി ഇവിടെ നോക്കിയത് എന്താണ് ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്ന വാക്കുകൾ, അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. അവിടെ അവർ സൂചിപ്പിക്കുന്നത് ഒഴിപ്പ് എന്ന വാക്ക് തന്നെയാണ് ഉദയനിധി സ്റ്റാലിൻ ഉപയോഗിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒഴിപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പരിഗണിക്കേണ്ടത്. അബോളിഷ് അഥവാ ഒഴിവാക്കുക, ഇല്ലാതെയാക്കുക, ഡിസ്ട്രോയ് ചെയ്യുക, അനിഹിലേറ്റ് ചെയ്യുക, ജനസൈഡ് അഥവാ വംശഹത്യ നടത്തുക തുടങ്ങിയ അർത്ഥങ്ങൾ തന്നെയാണ് ഈ ഒഴിപ്പ് എന്ന വാക്കിൻ്റെ ശരിയായിട്ടുള്ള മീനിങ് എന്ന് അവർ വ്യാഖ്യാനിച്ചു. അതായത് അമിത് മാളവിയ ഈ കേസ് ക്വാഷ് ചെയ്യുന്നതിന് വേണ്ടി എന്തു വാദമാണോ മുന്നോട്ട് വെച്ചത് അത് ശരിയാണ് എന്ന് കോടതി സമർത്ഥിക്കുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിനെ അബോളിഷ് ചെയ്യണം എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനർത്ഥം സനാതനധർമ്മത്തിനെ അനുവർത്തിക്കുന്ന ആൾക്കാരെ ഇല്ലാതെയാക്കണം എന്ന് തന്നെയാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. അത് ഒരു ജനസൈഡിൽ കൂടി മാത്രം നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒഴിപ്പ് എന്ന വാക്കിന് ജനസൈഡ് അഥവാ വംശഹത്യ എന്ന തരത്തിലുള്ള അർത്ഥം തന്നെയാണ് ചേരുന്നത് എന്നും അതുകൊണ്ട് തന്നെ അത് 100% ഒരു ഹേറ്റ് സ്പീച്ച് ആണ് എന്നും ജസ്റ്റിസ് ശ്രീമതി കണ്ടെത്തി. തന്നെയുമല്ല, ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഹേറ്റും ഡിസ്ഇൻഫർമേഷനും തന്നെയായിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗം എന്നുള്ള പഴയ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധിയും അവർ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാൾവിയക്കെതിരെ ചുമത്തിയിരിക്കുന്ന തിരുച്ചിറപ്പള്ളിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തി. കാരണം അദ്ദേഹത്തിൻ്റേത് ഉദയനിധി സ്റ്റാലിൻ എന്ന മന്ത്രിയുടെ പ്രസംഗത്തിനോടുള്ള ഒരു പ്രതികരണം മാത്രമാണ്. അതിനെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ്. അതിലൊരു ക്രൈമില്ല. അത് ഏതെങ്കിലും 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഭിന്നതയ്ക്ക് വേണ്ടിയിട്ടോ സ്പർദ്ധയ്ക്ക് വേണ്ടിയിട്ടോ ഉള്ള ആഹ്വാനം നടത്തുന്നില്ല. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ ഇൻറ്റൻ്റ് ഇല്ല എന്നീ കാര്യങ്ങളെല്ലാം തന്നെ കോടതി അവിടെ കണ്ടെത്തുന്നുണ്ട്. തന്നെയുമല്ല, മുൻകാല സുപ്രീം കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് ഹേറ്റ് സ്പീച്ചിന് ഒരു ഡിസോർഡർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കാര്യവും അമിത് മാൾവിയയുടെ ഈ ഒരു ട്വീറ്റിലില്ല എന്നുള്ളതിനെക്കുറിച്ച് കോടതി സമർത്ഥിക്കുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത് ഈ പല ദ്രവീഡിയൻ പാർട്ടികളും എങ്ങനെയാണ് സനാതനധർമ്മത്തിനെ കാണുന്നത് എന്നാണ്. പെരിയാറിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പെരിയാർ രാമസ്വാമി നായ്ക്കറാണ് ഈ സനാതനധർമ്മ വിശ്വാസത്തിനെതിരെ ഏറ്റവും നിന്ദ്യമായ തരത്തിലുള്ള പല പ്രസ്താവനകളും നടത്തിയിരുന്നത്. അദ്ദേഹത്തിന് ഒരു വേള തലയ്ക്ക് വട്ടാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിലെ മുഖ്യമന്ത്രിയായിരുന്ന കാമരാജിന് കത്തയച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് വർക്ക്സിൽ ആ കത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ DMKയുടെ ഒരു നേതാവ് അവരുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് അഡീഷണൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി തിരുച്ചിറപ്പള്ളിയിൽ അമിത് മാൾവിയക്കെതിരെ ഒരു കേസ് കൊടുത്തു. ആ കേസ് 8 നിലയിൽ പൊട്ടി. അതിൻ്റെ FIR ക്വാഷ് ചെയ്യാനായിട്ട് മദ്രാസ് ഹൈക്കോടതി തീരുമാനിച്ചു. അത് അബ്യൂസ് ഓഫ് പ്രോസസ് ആണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി. അതായത് അധികാരമുള്ളത് DMKയ്ക്കാണ്. അതിൽ ഒരു മന്ത്രിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തിരുച്ചിറപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ മുഴുവനും ദുരുപയോഗം ചെയ്തുകൊണ്ട് അമിത് മാൾവിയക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുകയായിരുന്നു ചെയ്തത് എന്ന് കോടതി കൃത്യമായി കണ്ടെത്തി. അതുകൊണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നതാണ് ശരി. കാരണം ഉദയനിധി സ്റ്റാലിൻ്റെ അന്നത്തെ വിദ്വേഷ പ്രസംഗം തന്നെയാണ് എന്ന് മദ്രാസ് ഹൈക്കോടതി ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു ജനസൈഡ് എന്ന രീതിയിലത്തേക്ക്, അതിനുള്ള ആഹ്വാനം എന്ന രീതിയിലത്തേക്ക് തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ തമിഴ്നാട്ടിലും വരാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതിച്ഛായ DMKയ്ക്ക് വീണ്ടും കിട്ടുന്നതിനും പണ്ടുണ്ടായിരുന്ന ഈ വിഷയം വീണ്ടും കുത്തിപ്പൊക്കുന്നതിനും അദ്ദേഹത്തിന് മൈലേജ് കൊടുക്കാനായിട്ട് ശ്രമിച്ചതാണ് എങ്കിലും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന മട്ടിലേക്ക് അദ്ദേഹത്തിന് അത് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, സനാതനധർമ്മം എന്നത് നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധർമ്മ സംഹിതയാണ്. അതിൻ്റെ ഫോൾഡിൽ ഉൾപ്പെടുന്ന നിരവധി മതങ്ങളുണ്ട്. ഭാരതീയമായിട്ടുള്ള തത്വചിന്തകളുടെയും ധർമ്മചിന്തകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കുന്നതാണ്. സനാതനമെന്ന് പറഞ്ഞാൽ തന്നെ നാശമില്ലാത്തത് എന്നാണ്. ഈ ധർമ്മത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായിട്ട് പല ഇൻവേഡേഴ്സും പിന്നെ നാട്ടിലുള്ള ആൾക്കാരും ഒക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ അതാത് സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ ചേർത്ത് നിന്ന് അതിനെ സംരക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സനാതനധർമ്മം അതിൻ്റെ ആ വാക്കിൻ്റെ അതേ അർത്ഥത്തിൽ നാശമില്ലാതെ അനുസ്യൂതം ഇങ്ങനെ ഒഴുകുകയാണ്. അതിനെ എതിർക്കുന്നതിന് വേണ്ടി എതിർത്തിരുന്ന പല പ്രസ്താവനകൾ നടത്തിയിരുന്ന, ആക്രമിക്കാൻ ശ്രമിച്ചിരുന്ന ആൾക്കാരെല്ലാം മൺമറഞ്ഞ് ചരിത്രത്തിൻ്റെ ഭാഗമായി എന്നത് മാത്രമേ ഉള്ളൂ. ഈ ധർമ്മം ഇപ്പോഴും ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ ഇപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫോൾഡിൽ ധർമ്മചിന്തകളിലേക്ക്, ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തത്വചിന്തകളിലേക്ക് ഒക്കെ ആൾക്കാരെ ആകർഷിക്കുകയാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് ആൾക്കാരെ ആകർഷിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത മനസ്സിലാക്കുന്നതിനുള്ള ഹൃദയവിശാലതയോ ധർമ്മബോധമോ ഇല്ലാത്ത ആൾക്കാർ നടത്തുന്ന പ്രസ്താവനകളുടെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നത്, അവഹേളിക്കപ്പെടുന്നത് അവർ തന്നെയാണ്, അവരുടെ തന്നെ ഐഡിയോളജിയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ശരിയായിട്ടുള്ള ചിന്ത. എന്തായാലും സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യത്തിനെ വിളിച്ചോതുന്ന രീതിയിൽ
അതിന് എതിരായിട്ടുള്ള പരാമർശങ്ങളെല്ലാം തന്നെ ഒരു ജനസൈഡ് അഥവാ വംശഹത്യയ്ക്കുള്ള ഒരാഹ്വാനം തന്നെ എന്ന നിലയ്ക്ക് മാത്രമേ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗത്തിനെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്ന മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ജസ്റ്റിസ് എസ് ശ്രീമതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.